അസ്സലാമലൈക്കും. ഞാൻ ഇന്ന് ഫ്രൈ പാനിൽ ഉണ്ടാക്കാൻ പറ്റിയ റോൾ കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. കേക്ക് ഉണ്ടാക്കുന്നതിന് മുമ്പായി നമുക്ക് കേക്ക് ഉണ്ടാക്കുന്ന പാനിൽ ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ബട്ടർ ആയാലും കുഴപ്പമില്ല. അതിനുശേഷം അതിനകത്തൊരു ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുക. അതിലും ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്യുക. ബട്ടർ പേപ്പർ വെക്കുന്നതാണ് നല്ലത്. അപ്പം നമ്മളെ കേക്ക് പെട്ടെന്ന് ഇളക്കിയെടുക്കാൻ സാധിക്കും. ഇനി എഗ്ഗ് ബീറ്റ് ചെയ്തെടുക്കണം. ഇതിനായി ഞാൻ 2 മുട്ടയുടെ വെള്ളം എടുത്തിട്ടുണ്ട്. അതിലോട്ട് 1/4 കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് ഇത് നന്നായി ബീറ്റ് ചെയ്തെടുക്കണം. നമ്മളെ മുട്ട നന്നായി ബീറ്റായി വന്നിട്ട് ഇതിങ്ങനെ തിരിച്ച് പിടിക്കുമ്പോൾ താഴോട്ട് വരുന്നുണ്ടോ നോക്കണം. അതാണ് അതിൻ്റെ പരുവം. ഇനി ഇതിൽ മുട്ടയുടെ മഞ്ഞയും കൂടി ചേർത്ത് ഇതൊന്നും കൂടി ബീറ്റ് ചെയ്തെടുക്കണം. ഇനി ഇതിൽ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർക്കണം. അതിനായി ഇതിൻ്റെ മുകളിൽ അരിപ്പ വെക്കുക. അതിൽ 1/4 കപ്പ് മൈദ, ഒരു പിഞ്ച് ഉപ്പ് എന്നിട്ട് അതിലോട്ട് അരിച്ച് ചേർക്കാം. ഇനി ഒരു സ്പാച്ചുല വെച്ച് ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിൽ 2 ടേബിൾ സ്പൂൺ ഓയിൽ, പിന്നെ 2 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും കൂടിയിട്ട് ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. നമ്മളെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നേരത്തെ എടുത്ത് വെച്ച പാനിൽ ഇതൊന്ന് ഒഴിച്ച് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്യാം. ഇത് ലോ ഫ്ലെയിമിൽ ഒരു 5-8 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കണം. അങ്ങനെ നമ്മളെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നന്നായി തണുത്തതിന് ശേഷം മാത്രമേ ബട്ടർ പേപ്പറിൽ നിന്ന് റിമൂവ് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ അതിൻ്റെ മുകളിലേക്ക് വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇനി ഇത് ഇതുപോലെ റോൾ ചെയ്തെടുക്കണം. എന്നിട്ട് ബട്ടർ പേപ്പറും കൂടി റോൾ ചെയ്ത് ഇതൊരു 1 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കണം. അങ്ങനെ നമ്മളെ ഈസി ആൻഡ് ടേസ്റ്റി റോൾ കേക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.